Hi students, welcome to Comworld with SKS. കേരള ഹയർ സെക്കൻഡറി +1ലേക്ക് 2020 സിംഗിൾ വിൻഡോ വഴിയും കമ്മ്യൂണിറ്റി കോട്ടയിലും മാനേജ്മെൻറ്റ് കോട്ടയിലും എല്ലാം അഡ്മിഷൻ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രോസസ്സ് ഏതാണ്ട് കഴിഞ്ഞു. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉൾപ്പെടെ അതിൻ്റെ കാലാവധിയെല്ലാം കഴിഞ്ഞ് അഡ്മിഷൻ ഏതാണ്ട് പൂർത്തീകരണത്തിൻ്റെ ഒരു ഘട്ടത്തിലോട്ട് എത്തി നിൽക്കുന്ന ഈ വേളയിൽ വിവിധ സ്കൂളുകളിൽ വിവിധ കോമ്പിനേഷനുകളിലേക്ക് ഹയർ സെക്കൻഡറിയിലേക്ക് അഡ്മിഷൻ കിട്ടിയ എല്ലാ സ്റ്റുഡൻസിനെയും ഞാൻ ഈ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു അധ്യയന വർഷം ആശംസിക്കുന്നതിനോടൊപ്പം ഈ പ്രത്യേക സാഹചര്യത്തിൽ ഓൺലൈൻ പഠനത്തിൻ്റെ പ്രസക്തിയും കൂടി നിങ്ങൾക്ക് അറിയാം എന്നുള്ളതും കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ സാഹചര്യത്തിൽ നിന്നെല്ലാം മാറ്റം വന്ന് തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു അധ്യയന കാലയളവിലേക്ക് കടക്കാൻ സാധിക്കുന്നുള്ള പ്രതീക്ഷയും കൂടി നിങ്ങളോടൊപ്പം പങ്കുവെച്ചുകൊണ്ട് ഈ ചാനലിലേക്ക് ഒന്നുകൂടി ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. സോ വൺസ് അഗെയിൻ വെൽക്കം ടു കോംവേൾഡ് വിത്ത് SKS. അപ്പോൾ ഈ ചാനലിനെ കുറിച്ച് നിങ്ങൾക്ക് മുമ്പിൽ ഒന്ന് ജസ്റ്റ് പരിചയപ്പെടുത്തുകയാണ്. ഇതിനകത്ത് ഹയർ സെക്കൻഡറിയുടെ +1 +2 കൊമേഴ്സ് വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള എപ്പിസോഡുകളാണ് കൂടുതലും ഇതിനകത്ത് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി തുടങ്ങിയ കോർ വിഷയങ്ങളായിട്ടുള്ള കൊമേഴ്സിലെ വിഷയങ്ങളെയാണ് ഇതിനകത്ത് കൂടുതലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ കണ്ടൻറ്റുകളാണ് ഇതിനകത്ത് ചർച്ച ചെയ്യപ്പെടുന്നത്. ഒപ്പം കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന കൊമേഴ്സിലെ 2ാം വർഷ വിദ്യാർത്ഥികളുടെ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയം കൂടി ഇതിനകത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഹയർ സെക്കൻഡറിയിലേക്ക് കൊമേഴ്സിലേക്ക് അഡ്മിഷൻ കിട്ടി വന്ന എല്ലാ കുട്ടികൾക്കും പ്രയോജനകരമായിട്ടുള്ള രീതിയിലാണ് ഇതിനകത്ത് നമ്മൾ കണ്ടൻറ്റ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞു, കൊമേഴ്സ് ആസ്പദമായിട്ടുള്ള ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, അതുപോലെ അതിൻ്റെ തന്നെ മറ്റൊരു വകഭേദമായിട്ടുള്ള സെക്കൻഡ് ഇയറിലെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് തുടങ്ങിയ വിഷയങ്ങളുടെ ഒപ്പം പൊതുവായിട്ടുള്ള കൊമേഴ്സ് മേഖലയെ സംബന്ധിക്കുന്ന വിഷയങ്ങളും കഴിവതും ഞാൻ ഈ എപ്പിസോഡുകളിൽ ചർച്ച ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഈ ഒരു എപ്പിസോഡെന്ന് പറഞ്ഞാൽ മൊത്തം നമ്മുടെ ഹയർ സെക്കൻഡറി മേഖലയിലെ +1ലേക്ക് അഡ്മിഷൻ കിട്ടി വന്ന കുട്ടികളെ സംബന്ധിച്ച് അവർ പഠിക്കേണ്ട വിഷയങ്ങളെക്കുറിച്ച് ഒരു ധാരണ നൽകാൻ വേണ്ടിയിട്ടാണ് ഈ എപ്പിസോഡുമായിട്ട് ഇപ്പോൾ ഞാൻ മുന്നിൽ നിൽക്കുന്നത്. സോ ഇതിനകത്ത് വിഷയാധിഷ്ഠിതമായിട്ട് ചർച്ചകൾ ചെയ്യുന്നില്ലെങ്കിലും എത്ര വിഷയങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളതെന്നും അവരുടെ മാർക്കിൻ്റെ ഒരു അവലോകനവും അതുപോലെ പ്രാക്ടിക്കൽ, നോൺ പ്രാക്ടിക്കൽ വിഷയങ്ങളുടെ മാർക്കിലെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ ഹയർ സെക്കൻഡറിയിലെ മൊത്തത്തിലുള്ള ഒരു സിലബസ് എന്നതിനെക്കുറിച്ചുള്ള ചർച്ച ചെയ്യപ്പെടുന്ന ഒരു എപ്പിസോഡായിട്ടാണ് ഇതിനെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഓവറോൾ അവരുടെ ഹയർ സെക്കൻഡറിയിലെ സ്കീമിനെ കുറിച്ചും കൂടി ഒന്ന് പരിചയപ്പെടുത്തി ഒരു ധാരണ നൽകിക്കൊണ്ടാണ് ഈ എപ്പിസോഡ് ഞാൻ അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഓരോ സ്ട്രീമിലും പഠിക്കുന്ന കുട്ടികളുടെ അതാത് വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ഒരു സിലബസും കൂടി ഞാൻ ഇതിനകത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് എടുത്തു നോക്കുക. കോംവേൾഡ് വിത്ത് SKS എന്ന എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം. സോ നമുക്ക് നമ്മുടെ കണ്ടന്റിലോട്ട് കടക്കാം. ഓക്കെ. ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു കോംവേൾഡ് വിത്ത് SKS. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് +1 +2ലെ സിലബസിനെ കുറിച്ചാണ്. എത്ര പേപ്പറുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, ഓരോന്നിൻ്റെ മാർക്കുകൾ എങ്ങനെയൊക്കെയാണ് ഇട്ടേക്കുന്നത്, പ്രസൻറ്റ് സിസ്റ്റം ഓഫ് ഇവാലുവേഷൻ എങ്ങനെയൊക്കെയാണ്, എക്സാമിന് എത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് തുടങ്ങിയ ഓവറോൾ ഒരു അവലോകനം നടത്തിയതിന് ശേഷം നമ്മൾ ഇനി വരുന്ന എപ്പിസോഡുകളിൽ കൊമേഴ്സ് സബ്ജക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള വിഷയങ്ങളായിട്ടുള്ള അക്കൗണ്ടൻസിയും അതുപോലെ തന്നെ ബിസിനസ് സ്റ്റഡീസും അതുപോലെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന വിഷയങ്ങളാണ് കൂടുതലും ഈ ചാനലിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത്. പിന്നെ പൊതുവായിട്ടുള്ള കൊമേഴ്സ് ഫീൽഡിലുള്ള മറ്റ് ഇതര വിഷയങ്ങളെക്കുറിച്ചും നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് പുതുതായിട്ട് അഡ്മിഷൻ കിട്ടി ഈ വർഷം +1ലേക്ക് കടന്നു വരുന്ന കുട്ടികൾക്ക് ഏകദേശം ഒരു ധാരണ നൽകാൻ കൂടിയായിട്ടാണ് ഈ വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ആൻ ഇൻട്രൊഡക്ഷൻ ടു കേരള +1 സിലബസ് 2020. നമുക്ക് +1 +2 ഓരോ വർഷവും നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത് 6 വിഷയങ്ങളാണ്. സോ ടോട്ടൽ 6 പേപ്പേഴ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ ഈച്ച് ഇയർ. 6 പേപ്പറുകളിൽ അല്ലെങ്കിൽ 6 വിഷയങ്ങളിൽ 2 ഗണത്തിലായിട്ട് നമുക്കിതിനെ കണക്കാക്കാം അല്ലെങ്കിൽ ഉൾപ്പെടുത്താം. ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത്
ഇതിൽ കുറച്ച് വിഷയങ്ങൾ നമ്മൾ പ്രാക്ടിക്കൽ സബ്ജക്റ്റ് എന്ന് വിളിക്കുന്നു. അതായത് പ്രാക്ടിക്കൽ ഉൾപ്പെടുന്ന പേപ്പറുകളെയാണ് നമ്മൾ പ്രാക്ടിക്കൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. നോൺ പ്രാക്ടിക്കൽ സബ്ജക്റ്റ് എന്നുള്ള രണ്ടാമത്തെ വിഭാഗത്തിൽ പ്രാക്ടിക്കൽ ഇല്ലാതെയുള്ള മറ്റ് വിഷയങ്ങളാണ് വരുന്നത്. ഈ പറയുന്നത് ഫസ്റ്റ് ഇയറിലെയും സെക്കൻഡ് ഇയറിലെയും പേപ്പറുകളുടെ ഡിവിഷനാണ്. ഓരോ വർഷവും നമുക്ക് 6 പേപ്പറുകൾ അടങ്ങുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ളത്. 6 വിഷയങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ആ 6 വിഷയങ്ങളിൽ കുറച്ച് വിഷയങ്ങൾ നമ്മൾ പ്രാക്ടിക്കൽ സബ്ജക്റ്റായിട്ട് തരംതിരിച്ച് കാണുന്നു. മറ്റുള്ളവ നോൺ പ്രാക്ടിക്കൽ സബ്ജക്റ്റായിട്ട് നമ്മൾ മാറ്റുന്നു. പ്രാക്ടിക്കൽ ഒപ്പം ചെയ്യേണ്ടതായിട്ടുള്ള വിഷയങ്ങളെയാണ് പ്രാക്ടിക്കൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. പ്രാക്ടിക്കൽ ഇല്ലാതെയുള്ള മറ്റ് വിഷയങ്ങളെ നമ്മൾ നോൺ പ്രാക്ടിക്കൽ സബ്ജക്റ്റ് എന്നും തരംതിരിച്ചു. ഇനി എന്താണ് ഇതിൻ്റെ ഇവാലുവേഷൻ പാറ്റേൺ എന്ന് നമുക്ക് നോക്കാം. ടെർമിനൽ ഇവാലുവേഷൻ, അതായത് റിട്ടേൺ എക്സാമിനെയാണ് നമ്മൾ ടെർമിനൽ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഈ പറയുന്ന ഓരോ വർഷത്തെയും നമ്മുടെ മാർക്ക് അവലോകനം ചെയ്യുന്നത് ഈ പറയുന്ന TE, അതുപോലെ തന്നെ PE, അതുപോലെ തന്നെ CE എന്ന് പറയുന്ന 3 കാറ്റഗറിയിലൂടെയാണ്. ടെർമിനൽ ഇവാലുവേഷൻ അഥവാ റിട്ടേൺ എക്സാമിൻ്റെ മാർക്ക് സ്കോറ്, PE അഥവാ പ്രാക്ടിക്കൽ ഇവാലുവേഷൻ്റെ സ്കോറ്, അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞ മൂന്നാമത്തെ ഒരു സെക്ഷൻ കൂടിയുണ്ട്. അത് നിങ്ങൾക്ക് പരിചയമുള്ള ഒരു ഏരിയയും കൂടിയാണ് കണ്ടിന്യൂസ് ഇവാലുവേഷൻ. ഇങ്ങനെ 3 ഇവാലുവേഷൻ ടെക്നിക്സ് ആണ് നമ്മുടെ ഈ പറയുന്ന സബ്ജക്റ്റുകളിൽ ഓരോന്നിലും നമ്മൾ നേരിടേണ്ടത് അല്ലെങ്കിൽ കടന്നു പോകേണ്ടത്. ഓക്കെ, സോ അതിനകത്ത് ഓരോന്നും നമുക്ക് നോക്കാം. ഇവാലുവേഷൻ പാറ്റേണിൽ ഞാൻ ആദ്യം ടെർമിനൽ ഇവാലുവേഷനെ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുവാണ്. റിട്ടേൺ എക്സാം ആണ് ഈ പറയുന്ന ടെർമിനൽ ഇവാലുവേഷൻ. ടേം വൈസ് നടത്തുന്ന എക്സാമിൻ്റെ സ്കോർ, നമ്മൾ സ്കോർ ചെയ്യുന്ന മാർക്കാണ് ടെർമിനൽ ഇവാലുവേഷനിലുള്ള റിസൾട്ട് എന്ന് പറയുന്നത്. ടെർമിനൽ ഇവാലുവേഷനിൽ പ്രാക്ടിക്കൽ വിഷയങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന മാർക്ക് 60 മാർക്കാണ്. ഇപ്പോൾ ടെർമിനൽ ഇവാലുവേഷനായിട്ട് പ്രാക്ടിക്കൽ സബ്ജക്റ്റ് ഞാൻ ആദ്യം പറഞ്ഞു 2 ഗണത്തിലായിട്ട് പെടുത്തിയതിൽ പ്രാക്ടിക്കൽ സബ്ജക്റ്റിൽ പെടുന്ന വിഷയങ്ങൾക്ക് TE എന്ന് പറയുന്ന റിട്ടേൺ എക്സാമിൽ സ്കോർ ചെയ്യേണ്ട മാർക്ക് 60 മാർക്കാണ്. നോൺ പ്രാക്ടിക്കൽ സബ്ജക്റ്റുകൾക്ക് 80 മാർക്കുമാണ്. ഓർക്കുക, പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്റ്റുകൾക്ക് 60 മാർക്കും പ്രാക്ടിക്കൽ ഇല്ലാത്ത മറ്റ് വിഷയങ്ങൾക്ക് 80 മാർക്കുമാണ് ടെർമിനൽ ഇവാലുവേഷനിൽ വിലയിരുത്തപ്പെടുന്നത്. കൊമേഴ്സ് സബ്ജക്റ്റ് കുറച്ചുകൂടി ഊന്നൽ നൽകിക്കൊണ്ടാണ് ഞാൻ ഈ സ്ലൈഡ് നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമുക്കതിൻ്റെ രണ്ടാമത്തെ കാറ്റഗറി നോക്കാം, പ്രാക്ടിക്കൽ ഇവാലുവേഷൻ, അതായത് ലാബ് അഥവാ പ്രാക്ടിക്കൽ വർക്ക് എന്ന് വിളിക്കാം. പ്രാക്ടിക്കൽ സബ്ജക്റ്റ് ആയിട്ടുള്ള വിഷയങ്ങളുടെ ഒപ്പം ലാബ് വർക്കും കൂടെ വരുമ്പോൾ അതിനകത്ത് പ്രാക്ടിക്കൽ ഇവാലുവേഷനും കൂടി പെടുന്നു. PE അഥവാ പ്രാക്ടിക്കൽ ഇവാലുവേഷൻ ഉൾപ്പെടുന്ന വിഷയങ്ങളാണ് നമ്മൾ പ്രാക്ടിക്കൽ സബ്ജക്റ്റ് എന്ന് ആദ്യമേ നമ്മൾ തരംതിരിച്ച് കണ്ടത്. ഇനി അതിന് ഓരോന്നിൻ്റെ മാർക്ക് നമുക്ക് നോക്കാം. പ്രാക്ടിക്കൽ സബ്ജക്റ്റുകൾക്കാണ് കൂടുതലും ഇത് പ്രായോഗികമായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. 40 മാർക്കാണ് ആ വിഷയ സംബന്ധമായിട്ടുള്ള ലാബിൽ വർക്ക് ചെയ്ത് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ വർക്ക് നടത്തി നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നത്. 40 മാർക്കാണ്. നോൺ പ്രാക്ടിക്കൽ വിഷയങ്ങൾക്ക് പ്രാക്ടിക്കൽ ബാധകമല്ലാത്തതുകൊണ്ട് ഈ പറയുന്ന മാർക്കുകൾ അവിടെ അപ്ലൈ ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ പ്രാക്ടിക്കൽ ഇവാലുവേഷൻ എന്ന് പറയുന്നത് ചില വിഷയങ്ങൾ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയതുകൊണ്ട്, ഉദാഹരണം പറഞ്ഞാൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, കമ്പ്യൂട്ടർ സയൻസ്, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്, കൊമേഴ്സുകാർക്ക് ഇങ്ങനെ ഉള്ള വിഷയങ്ങളെല്ലാം പ്രാക്ടിക്കൽ വിഷയങ്ങളാണ്. അപ്പോൾ അതിൽ നമ്മൾ നടത്തുന്ന പ്രാക്ടിക്കൽ വർക്കുകൾക്ക് അല്ലെങ്കിൽ ലാബ് വർക്കിന് സ്കോർ ചെയ്യാവുന്ന മാർക്കാണ് ഈ 40 മാർക്ക് എന്ന് പറയുന്ന PE എന്ന് പറയുന്ന ഗണത്തിൽപ്പെടുന്ന മാർക്ക്. നോൺ പ്രാക്ടിക്കൽ സബ്ജക്റ്റിന് അത് ബാധകമല്ല, സോ അത് നമുക്ക് ഒഴിവാക്കാം. ഇനി മൂന്നാമത്തെ ഗണം നിങ്ങൾക്ക് ഓൾറെഡി പരിചിതമായിട്ടുള്ള കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ അഥവാ ഇന്റേണൽ മാർക്ക്, CE അഥവാ CCE എന്നും പറയാം. സോ ഈ ഇന്റേണൽ മാർക്ക് നിങ്ങളെ പഠിപ്പിക്കുന്ന അതാത് വിഷയ സംബന്ധമായിട്ടുള്ള അധ്യാപകർ നൽകുന്ന മാർക്കാണ് ഈ മാർക്ക്. അത് പ്രാക്ടിക്കൽ സബ്ജക്റ്റ് ആയാലും നോൺ പ്രാക്ടിക്കൽ സബ്ജക്റ്റ് ആയാലും 20 മാർക്കാണ് നിങ്ങൾക്കത് സ്കോർ ചെയ്യാൻ സാധിക്കുന്നത്. സോ CE കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, നിങ്ങൾ ഓൾറെഡി അതെല്ലാം പരിചയപ്പെട്ടേക്കുന്നതാണ്.
നമ്മുടെ പ്രോജക്റ്റ് വർക്ക്, സെമിനാർ, അസൈൻമെൻറ്റ് തുടങ്ങിയ സബ്ജക്റ്റിനെ സപ്ലിമെൻ്റ് ചെയ്തുകൊണ്ട് നമ്മൾ തയ്യാറാക്കുന്ന വിഷയാധിഷ്ഠിതമായിട്ടുള്ള മേഖലയ്ക്ക് നമുക്ക് നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചർ നൽകുന്ന സ്കോറാണ് ഈ പറയുന്ന 20 മാർക്ക്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ട 3 മേഖലകൾ. അപ്പോൾ 1 PE, 2 TE, 3 CE. ഇപ്പോൾ നമുക്കറിയാം +1 +2 ഇവാലുവേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് 3 സിസ്റ്റം അടങ്ങുന്നതാണ്. ടെർമിനൽ ഇവാലുവേഷൻ അഥവാ റിട്ടൺ എക്സാമിനേഷൻ, പ്രാക്ടിക്കൽ ഇവാലുവേഷൻ അഥവാ ലാബ് വർക്ക്, കണ്ടിന്യൂസ് ഇവാലുവേഷൻ അഥവാ CE എന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് കൊമേഴ്സിലോട്ട് ഞാൻ ശ്രദ്ധ കൊണ്ടുവരികയാണ്. കൊമേഴ്സ് എന്ന് പറയുന്ന വിഷയത്തെ അധിഷ്ഠിതമായിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്നത്. പൊതുവായിട്ടുള്ള കൊമേഴ്സ്യലായിട്ടുള്ള വിഷയങ്ങൾ നമ്മൾ ഇതിനകത്ത് ഡീൽ ചെയ്യുന്നുണ്ട്. ആ വിഷയത്തിൽ ഊന്നൽ നൽകിക്കൊണ്ട് ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് അതിനകത്ത് പഠിക്കാനുള്ള മെയിൻ കോമ്പിനേഷൻസ് ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. കേരളത്തിലെ പല ജില്ലകളിലുള്ള പല സ്കൂളുകളിൽ കൊമേഴ്സ് കോമ്പിനേഷൻ നേടിയ വിദ്യാർത്ഥികൾ ഇതിനകത്തുണ്ടാവും. അവരുടെ കോമ്പിനേഷൻസിൽ ചിലതിൽ സബ്ജക്റ്റിൽ മാറ്റമുണ്ടാവും. നമുക്ക് നോക്കാം പൊതുവായിട്ട് എത്ര കോമ്പിനേഷൻസ് ആണ് നമ്മുടെ +2 അഥവാ +1 +2 സിലബസിൽ കൊമേഴ്സ് അധിഷ്ഠിതമായിട്ട് നമുക്ക് ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ളത് നമുക്ക് നോക്കാം. കോമ്പിനേഷൻ 1 എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ 6 വിഷയങ്ങളടങ്ങുന്ന കോമ്പിനേഷനാണ്. അതിനകത്ത് ഇംഗ്ലീഷ്, സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ടുള്ള ഹിന്ദി ഓർ മലയാളം, പിന്നെ നിങ്ങൾക്ക് പഠിക്കേണ്ടതാണ് ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്. ഇതാണ് ഒരു കോമ്പിനേഷൻ. ക്ലിയർ ആയല്ലോ? ഈ കോമ്പിനേഷനിൽ അഡ്മിഷൻ കിട്ടിയ കുട്ടികളും നമുക്കിടയിലുണ്ടാവും. കോമ്പിനേഷൻ നമ്പർ 2 പരിചയപ്പെടുത്തുവാണ്. അതിനകത്ത് ഈ പറയുന്ന ഇംഗ്ലീഷ്, സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ടുള്ള ഹിന്ദി മലയാളം, ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ്, ദെൻ മാത്സ് ആണ്. നേരത്തെ നമ്മൾ കണ്ടത് സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരുന്നു, ഇപ്പോൾ നമ്മൾ പറഞ്ഞത് മാത്സ് ആണ്. അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ മാറ്റം ഉണ്ടാവും. ഓക്കെ, അതിനെ കൊമേഴ്സ് മാത്സ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. കോമ്പിനേഷൻ നമ്പർ 3 എന്ന് പറയുന്നതിൽ ഇംഗ്ലീഷ്, സെക്കൻഡ് ലാംഗ്വേജ്, ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ്, പൊളിറ്റിക്സ്. ഇതാണ് മറ്റൊരു കോമ്പിനേഷൻ. ദെൻ ഇപ്പോൾ കുറച്ചു മുമ്പ് പറഞ്ഞതിൽ മാത്സിൻ്റെ സ്ഥാനത്തത് പൊളിറ്റിക്സ് ആയിട്ട് മാറി. 6 വിഷയങ്ങളിൽ തന്നെയാണ് കോമ്പിനേഷൻ നിലനിൽക്കുന്നത്. ദെൻ ദ 4th കോമ്പിനേഷൻ ഇംഗ്ലീഷ്, സെക്കൻഡ് ലാംഗ്വേജ്, ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. അപ്പം ഇങ്ങനെ പ്രധാനപ്പെട്ട 4 കോമ്പിനേഷൻസ് ആണ് നിങ്ങൾക്ക് +1 +2 കൊമേഴ്സ് അധിഷ്ഠിതമായിട്ടുള്ള വിഷയങ്ങളായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. ഇതിലേതെങ്കിലും ഒരു കോമ്പിനേഷനിലായിരിക്കും നിങ്ങൾ അഡ്മിഷൻ നേടിയിരിക്കുന്നത്. അപ്പം നിങ്ങൾ അഡ്മിറ്റ് ചെയ്യപ്പെട്ട സ്കൂളിലെ കോമ്പിനേഷനിൽ ഇതിൽ പറയുന്ന 6 വിഷയങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരും. സോ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇനി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ ലാസ്റ്റ് 4 വിഷയങ്ങളെ നമ്മൾ കോർ സബ്ജക്റ്റ് അഥവാ ഓപ്ഷണൽ സബ്ജക്റ്റ് എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ലാംഗ്വേജ് ആയിട്ടുള്ള ഇംഗ്ലീഷ്, ദെൻ സെക്കൻഡ് ലാംഗ്വേജ് നിങ്ങൾക്ക് ഹിന്ദി ഓർ മലയാളം നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം. കൂടാതെ ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ടുള്ള 4 പേപ്പറുകളാണ് പിന്നീട് നിങ്ങൾ കാണുന്നത്. അങ്ങനെ മൊത്തം 6 വിഷയങ്ങൾ അധിഷ്ഠിതമായിട്ടാണ്, 6 വിഷയങ്ങൾ അടങ്ങുന്ന ഒരു കോമ്പിനേഷനാണ് കൊമേഴ്സ് അടക്കമുള്ള +1 +2 നിങ്ങൾ പഠിക്കേണ്ട വിഷയങ്ങൾ എന്ന് പറയുന്നത്. ദെൻ കൊമേഴ്സിൻ്റെ പ്രാക്ടിക്കൽ ആൻഡ് നോൺ പ്രാക്ടിക്കൽ സബ്ജക്റ്റ് ഒന്ന് നമുക്ക് പരിചയപ്പെടാം. കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഈ 6 വിഷയങ്ങളിൽ പ്രാക്ടിക്കൽ സൈഡിലായിട്ടും നോൺ പ്രാക്ടിക്കൽ സൈഡിലായിട്ടും കുറേ വിഷയങ്ങൾ നമുക്ക് തരംതിരിക്കേണ്ടതായിട്ടുണ്ട്. കൊമേഴ്സിൽ അതെങ്ങനെയാണ് പ്രായോഗിക തലത്തിലോട്ട് വരുന്നത് നോക്കാം. നോൺ പ്രാക്ടിക്കൽ സബ്ജക്റ്റായിട്ട് കൊമേഴ്സിൽ നമ്മൾ തരംതിരിച്ചേക്കുന്നത് നമ്മൾ ഓൾറെഡി നോക്കിയ 4 കോമ്പിനേഷനിലും പെട്ട വിഷയങ്ങളെയാണ് ഞാൻ ഈ നോൺ പ്രാക്ടിക്കൽ സബ്ജക്റ്റ് എന്നുള്ള രീതിയിൽ തരംതിരിച്ചേക്കുന്നത്. അതിൽ ഇംഗ്ലീഷ്, ഹിന്ദി മലയാളം, ബിസിനസ് സ്റ്റഡീസ്, എക്കണോമിക്സ്, പൊളിറ്റിക്സ്, മാത്സ്, ദെൻ അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നും പറഞ്ഞ് ഒരു പേപ്പർ, അത് നിങ്ങളുടെ അക്കൗണ്ടൻസിയുടെ ഒരു വകഭേദമാണ്. ഓർക്കുക, അക്കൗണ്ടൻസിയിൽ തന്നെ 2 തരം വിഷയങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന് ഈ പറയുന്ന തിയറി സബ്ജക്റ്റ് ആണ്, നോൺ പ്രാക്ടിക്കൽ വിഷയമായിട്ടുള്ള അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അഥവാ AFS എന്ന് നമുക്ക് പറയാം. മറ്റൊരു വിഭാഗമാണ്
പ്രാക്ടിക്കൽ സബ്ജക്റ്റ് ആയിട്ടുള്ള കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്. ഇത് രണ്ടും അക്കൗണ്ടൻസിയുടെ സബാണ്. സോ അക്കൗണ്ടൻസിയുടെ സ്ഥാനത്തുള്ള ഒരു പേപ്പറാണ് ഇപ്പോൾ നമ്മൾ നോൺ പ്രാക്ടിക്കൽ സബ്ജക്റ്റ് ആയിട്ട് ഇപ്പോൾ 7ാമതായിട്ട് നമ്മൾ പരിചയപ്പെട്ടേക്കുന്നത്. അപ്പോൾ പ്രാക്ടിക്കൽ ഇല്ലാത്ത അഥവാ നോൺ പ്രാക്ടിക്കൽ വിഷയങ്ങളായിട്ട് നമുക്ക് പെടുത്താവുന്ന വിഷയങ്ങളാണ് ഈ പറയുന്ന 7 ഇംഗ്ലീഷ്, സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ടുള്ള ഹിന്ദി, മലയാളം, ബിസിനസ് സ്റ്റഡീസ്, എക്കണോമിക്സ്, പൊളിറ്റിക്സ്, മാത്സ്, അതുപോലെ AFS. ഇതിൽ മാത്സ് റീസെൻ്റ് ആയിട്ട് പ്രാക്ടിക്കൽ സബ്ജക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് മനസ്സിൽ വയ്ക്കുക. തൽക്കാലം ഞാനതിനെ കഴിഞ്ഞ വർഷം വരെ എങ്ങനെയാണോ ഫോളോ ചെയ്ത് ആ രീതിയിൽ തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ മാത്സ് റീസെൻ്റ് ആയിട്ടത് പ്രാക്ടിക്കൽ വിഷയമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ ദാറ്റ് മീൻസ് അതിനും ലാബ് വർക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് ഇതുവരെ ഇംപ്ലിമെൻ്റ് ആക്കി തുടങ്ങിയിട്ടില്ല. തൽക്കാലം അതിന് ഞാൻ നോൺ പ്രാക്ടിക്കലായിട്ട് തന്നെ ഫോളോ ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നോൺ പ്രാക്ടിക്കൽ സബ്ജക്ട്സ് ഏതൊക്കെയാണെന്നാണ്. കൊമേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള 4 കോമ്പിനേഷൻസിൽ നിന്നും നോൺ പ്രാക്ടിക്കൽ സബ്ജക്റ്റായിട്ട് തരംതിരിച്ചിട്ടേക്കുന്ന വിഷയങ്ങളാണ് ഈ കാണുന്നത്. ഇതിനകത്ത് ഇംഗ്ലീഷ്, സെക്കൻഡ് ലാംഗ്വേജ്, ബിസിനസ് സ്റ്റഡീസ്, എക്കണോമിക്സ്, പൊളിറ്റിക്സ്, മാത്സ്, അതുപോലെ AFS എന്ന് പറയുന്നത് നോൺ പ്രാക്ടിക്കൽ വിഷയങ്ങളാണ്. ഇവർക്ക് അനുവദിച്ചേക്കുന്ന ടെർമിനൽ ഇവാലുവേഷൻ മാർക്ക് എന്ന് പറയുന്നത് 80 മാർക്കാണ്, 80 മാർക്സ് ആണ്. പ്ലസ് സിയും കൂടി ഉൾപ്പെടെയാണ് അവരുടെ മാർക്സ്. ഈ സബ്ജക്റ്റിൻ്റെ എല്ലാം മാർക്കുകൾ വിലയിരുത്തപ്പെടുന്നത്. ഈ വിഷയങ്ങൾക്കൊന്നും PE എന്ന് പറയുന്ന പ്രാക്ടിക്കൽ ഇവാലുവേഷൻ ബാധകമല്ല എന്നർത്ഥം. മാത്സിനെ സെപ്പറേറ്റ് ആയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ള കാര്യം കൂടി ഞാൻ ഓർപ്പിക്കുകയാണ്. ഓക്കെ, വാട്ട് ആർ ദ പ്രാക്ടിക്കൽ സബ്ജക്ട്സ്? ഈ പറയുന്ന 4 കോമ്പിനേഷൻസിൽ നിന്നും നമുക്ക് പഠിക്കേണ്ട പ്രാക്ടിക്കൽ ആയിട്ടുള്ള വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രാക്ടിക്കലും കൂടി അപ്ലൈ ചെയ്യപ്പെടുന്ന ലാബ് വർക്കും കൂടി ഉൾപ്പെടുന്ന വിഷയങ്ങളാണ് ഈ പറയുന്ന 3. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ ഈ പറയുന്ന കൊമേഴ്സിൽ പല സ്കൂളുകളിലും കോമ്പിനേഷൻസിൽ ഈ പറയുന്ന ഒരെണ്ണമായിരിക്കും ഉൾപ്പെടുന്നത്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് അക്കൗണ്ടൻസിയുടെ തന്നെ ഒരു സബ്ബാണ്. അക്കൗണ്ടൻസിയുടെ 2 സബ്ബുകളായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന വിഷയങ്ങളാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങും കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞ നോൺ പ്രാക്ടിക്കൽ വിഷയത്തിൽപ്പെടുത്താവുന്ന AFS. ഈ രണ്ടിലേതെങ്കിലും ഒരു വിഷയമായിരിക്കും അക്കൗണ്ടൻസിയുടെ കീഴിൽ സ്കൂളുകളിൽ കോമ്പിനേഷനിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, സോ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, സ്റ്റാറ്റിസ്റ്റിക്സ് തുടങ്ങിയ 3 വിഷയങ്ങളും പ്രാക്ടിക്കൽ വിഷയങ്ങളാണ്. അപ്പോൾ അതിൻ്റെ മാർക്ക് എന്ന് പറയുന്നത് 3 ഇവാലുവേഷൻ സിസ്റ്റം കൂടി ചേരുന്നതാണ്. T എന്ന് പറയുന്നത് 60 മാർക്കിനാണ്. നോൺ പ്രാക്ടിക്കൽ വിഷയങ്ങൾക്ക് 80 മാർക്കിനായപ്പോൾ ഇവിടെ ഇതിൻ്റെ ടേമിൽ ഇവാലുവേഷൻ റിട്ടൺ എക്സാമിനേഷൻ്റെ മാർക്ക് വരുന്ന 60 മാർക്കിനാണ്. പ്രാക്ടിക്കൽ ഇവാലുവേഷൻ 40 മാർക്ക് വരും, ലാബ് വർക്ക്. പിന്നെ CE കോമൺ ആയിട്ട് ഈ പറയുന്ന 20 മാർക്ക് തന്നെയാണ് പ്രാക്ടിക്കൽ വിഷയങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. മനസ്സിലായല്ലോ? ദെൻ ഫസ്റ്റ് ഇയറിൻ്റെ സ്കോർ നമുക്ക് നോക്കാം. കൊമേഴ്സിൽ ഫസ്റ്റ് ഇയറിലെ വിഷയങ്ങളുടെ സ്കോർ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത് ജസ്റ്റ് ഒന്ന് നോക്കാം. നോൺ പ്രാക്ടിക്കൽ സബ്ജക്റ്റിൻ്റെ സ്കോർ. സോ നമ്മൾ നേരത്തെ കണ്ടതിൽ നിന്നും ഒന്നുകൂടി ഞാനൊന്ന് കൺസോൾഡേറ്റ് ചെയ്യുകയാണ്. TE നോൺ പ്രാക്ടിക്കലിന് 80 മാർക്കാണ്. പ്രാക്ടിക്കൽ ഇവാലുവേഷൻ അവർക്ക് അപ്ലൈ ചെയ്യപ്പെടുന്നില്ല. സോ ഇറ്റ് ക്യാൻ ബി നോട്ടഡ് ആസ് നിൽ. ദെൻ CE 20 മാർക്സ്, ടോട്ടൽ ഈസ് 100 മാർക്സ്. ഇങ്ങനെയാണ് നോൺ പ്രാക്ടിക്കൽ വിഷയങ്ങളുടെ മാർക്കിൻ്റെ ടോട്ടൽ ഡിവൈഡ് ചെയ്തേക്കുന്നത്. TE 80, PE nil, CE 20. So in short, TE and CE will be included in the non-practical subject and the total score awarded is 100. Then പാസ് മാർക്ക് എന്ന് പറയുന്നത് 80-ൽ 30% സ്കോർ ചെയ്താലാണ് നമുക്ക് ഈ സബ്ജക്റ്റ് പാസ് ആവത്തുള്ളൂ. ദാറ്റ് ഈസ് 24 മാർക്കാണ് ഇൻഡിവിജ്വലായിട്ട് നമ്മൾ പാസ് മാർക്കായിട്ട് വിശേഷിപ്പിക്കുന്നത്. ടേമിൽ ഇവാലുവേഷൻ്റെ 80 മാർക്സിൽ 24 മാർക്കാണ് നമ്മൾ റിട്ടൺ എക്സാമിൽ സ്കോർ ചെയ്യേണ്ടത്, ആ വിഷയം ജയിച്ചു എന്ന് പറയാനായിട്ട്. D+ ആണ് നമ്മുടെ ഗ്രേഡ് എന്ന് പറയുന്നത്. പാസ് മാർക്കിൻ്റെ ഗ്രേഡ് 30% സ്കോർ ചെയ്യുന്നതിനെ D+ എന്നുള്ള ഗ്രേഡ് കൊടുത്താണ് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് പ്രാക്ടിക്കൽ സബ്ജക്റ്റിൻ്റെ സ്കോർ പരിശോധിക്കാം. അതിനകത്ത് TE എന്ന് പറയുന്നത് 60 മാർക്കാണ്, ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഫസ്റ്റ് ഇയറിൻ്റെ വിഷയങ്ങളിൽ PE നില്ലാണ്. അപ്പം നിങ്ങൾ ചോദിക്കും, PE എന്തുകൊണ്ട് നില്ലായി? പ്രാക്ടിക്കൽ ഉള്ളതാണല്ലോ, പിന്നെ എന്തുകൊണ്ട് PEക്കില്ല? അപ്പോൾ ശ്രദ്ധിക്കുക, ഫസ്റ്റ് ഇയറിൽ പ്രാക്ടിക്കൽ സബ്ജക്റ്റുകൾക്ക് ലാബ് വർക്ക് ഇല്ല.
സെക്കൻഡ് ഇയറിൽ വരുമ്പോഴാണ് ഈ വിഷയങ്ങൾക്ക് ലാബ് വർക്കും പ്രാക്ടിക്കൽ ഇവാലുവേഷനും അപ്ലൈ ചെയ്യുന്നതും നടപ്പിലാക്കുന്നതും. സാധാരണ ഫസ്റ്റ് ഇയറിൻ്റെ കൊമേഴ്സ് വിഷയങ്ങളിൽ പ്രാക്ടിക്കൽ ഇവാലുവേഷൻ്റെ അലോട്ട്മെൻറ്റ് വരുന്നില്ല, നടക്കുന്നില്ല. സോ അവിടെ TE പ്ലസ് അതുപോലെ തന്നെ CE ആണ് നിലവിലുള്ളത്. അപ്പോൾ ദാറ്റ് മീൻസ് TE എന്ന് പറയുന്ന ടേമിനൽ ഇവാലുവേഷൻ്റെ വകയായിട്ട് 60 മാർക്കും CE എന്ന് പറയുന്ന കണ്ടിന്യൂസ് ഇവാലുവേഷൻ്റെ 20 മാർക്കും കൂടെ ചേരുമ്പോൾ പ്രാക്ടിക്കൽ സബ്ജക്റ്റുകൾക്ക് ഫസ്റ്റ് ഇയറിൽ സ്കോർ ചെയ്യാവുന്ന മാർക്കിൻ്റെ പരമാവധി എന്ന് പറയുന്നത്, മാക്സിമം എന്ന് പറയുന്നത് 80 മാർക്സ് ആണ്. ക്ലിയർ ആയല്ലോ? PE ഇല്ല എന്നല്ല, പക്ഷെ അത് സെക്കൻഡ് ഇയറിൽ മാത്രമേ PEയുടെ ഇമ്പാക്റ്റ് വരുന്നുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ ഇവാലുവേഷൻ നടക്കുന്നുള്ളൂ. സോ ദാറ്റ് മീൻസ് ലാബ് വർക്ക് എല്ലാം സെക്കൻഡ് ഇയറിലാണ് വരുന്നത്. അതേ വിഷയത്തിൻ്റെ സെക്കൻഡ് ഇയർ ആകുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ലാബ് വർക്കും പ്രാക്ടിക്കൽ ഇവാലുവേഷൻ്റെ മാർക്കും അവിടെയാണ് നിങ്ങളെ വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ TEയും CEയും മാത്രമേ ഉള്ളൂ. അതിൻ്റെ ടോട്ടലായിട്ട് 80 മാർക്കാണ് നിങ്ങൾക്ക് സ്കോർ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇപ്പോൾ TE പ്ലസ് PE നിൽ, ദെൻ CE 20. ഇങ്ങനെ TEയും CEയും കൂടി നെറ്റായിട്ട് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി ടോട്ടൽ 80 മാർക്സ്. സോ അതിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യേണ്ട മിനിമം ജയിക്കാനുള്ള മാർക്ക് എന്ന് പറയുന്നത് TEയിലാണ് 30%, 60ൻ്റെ 30%, 18 മാർക്ക് മേടിച്ചേ നിങ്ങൾക്കിതിൻ്റെ തിയറി പാസ്സാകാൻ സാധിക്കത്തുള്ളൂ. 18 മാർക്ക് സ്കോർ ചെയ്താൽ മാത്രമേ D+ ഗ്രേഡ് എന്ന് പറയുന്ന വിജയ ശതമാനത്തിലോട്ട് നിങ്ങൾ എത്തുകയുള്ളൂ. ക്ലിയർ ആയല്ലോ? ഓക്കെ. കൊമേഴ്സിൻ്റെ സെക്കൻഡ് ഇയറിലോട്ട് നമ്മൾ പോവുകയാണ്. കൊമേഴ്സിൻ്റെ തന്നെ ഇപ്പോൾ ഫസ്റ്റ് ഇയർ ആണ് നമ്മൾ പരിചയപ്പെട്ടത്. കൊമേഴ്സിൻ്റെ സെക്കൻഡ് ഇയറിൻ്റെ സ്കോറിൻ്റെ നിലവാരം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നോൺ പ്രാക്ടിക്കൽ സബ്ജക്റ്റ് ആയിട്ട് സെക്കൻഡ് ഇയർ വരുമ്പോൾ അവിടെ TE 80 മാർക്സ് ആണ്, നോൺ പ്രാക്ടിക്കലാണ്. സോ PE ഇല്ല. CE ആസ് യൂഷ്വൽ സെക്കൻഡ് ഇയറിലും 20 മാർക്ക് തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ സെക്കൻഡ് ഇയറിലെ നോൺ പ്രാക്ടിക്കൽ വിഷയങ്ങളുടെ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് TE 80ഉം CE 20ഉം കൂടെ ചേർന്ന് 100 മാർക്കിനാണ്. ഇവിടെയും 80 TE, PE നില്ലാണ്, CE 20. സോ TE plus CE total 100. Minimum required for pass mark is 30% of 80, 24 സ്കോർ ചെയ്യണം പാസ് മാർക്കിന് വേണ്ടി. We will move to the practical subject in the second year. ഇവിടെ പ്രാക്ടിക്കൽ സബ്ജക്റ്റിന് PE നമ്മൾ കൗണ്ട് ചെയ്യുമോ ഇല്ലയോ നമുക്ക് നോക്കാം. TE 60 മാർക്ക്. പ്രാക്ടിക്കൽ വിഷയങ്ങൾക്ക് ടേമിനൽ ഇവാലുവേഷൻ മാർക്ക് 60 നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പ്രാക്ടിക്കൽ ഇവാലുവേഷൻ ഇവിടെയാണ് നമ്മൾ വിലയിരുത്തപ്പെടുന്നത്. സോ ഫസ്റ്റ് ഇയറിൻ്റെ പ്രാക്ടിക്കൽ സബ്ജക്റ്റ് ആണെങ്കിൽ പോലും അവിടെ PE വിലയിരുത്തപ്പെടുന്നില്ല. ആ വിഷയം സെക്കൻഡ് ഇയറിൽ നമ്മൾ എത്തുമ്പോൾ അതിന് പ്രാക്ടിക്കലും കൂടി പഠിക്കേണ്ടതായിട്ട് വരും, ലാബും കൂടി ചെയ്യേണ്ടതായിട്ട് വരും. അതിനിവിടെ 40 മാർക്ക് സ്കോർ ചെയ്യേണ്ടതായിട്ട് വരും. Then CE as usual 20. Now the total according to TE 60 plus PE 40 plus CE 20 will become 120 marks. അപ്പം ഇങ്ങനെ പ്രാക്ടിക്കൽ വിഷയങ്ങൾക്ക് സെക്കൻഡ് ഇയറിൽ നമുക്ക് സ്കോർ ചെയ്യുന്ന മാർക്കാണ് 120 മാർക്സ് എന്ന് പറയുന്നത്. അതിനകത്ത് ടേമിനൽ ഇവാലുവേഷനും പ്രാക്ടിക്കൽ ഇവാലുവേഷനും CEയും കൂടെ ചേർന്ന മാർക്കാണ്. ഫൈനൽ നമ്മുടെ മാർക്ക് ഷീറ്റിൽ ഫസ്റ്റ് ഇയറിൻ്റെയും സെക്കൻഡ് ഇയറിൻ്റെയും കൂടി മാർക്കാണ് ടോട്ടലായിട്ട് ഉണ്ടാവുക. അതായത് 200 മാർക്കിനാണ് ഓരോ വിഷയങ്ങളും ഫൈനൽ നമ്മുടെ മാർക്ക് ഷീറ്റിൽ റിവീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ഉൾപ്പെടുത്തുന്നത്. സോ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഇപ്പോൾ ഫസ്റ്റ് ഇയറിലെ പ്രാക്ടിക്കൽ വിഷയങ്ങൾക്ക് 80 മാർക്കാണ് ടോട്ടൽ നമ്മൾ വന്ന് കണ്ടത്. ആ 80 മാർക്കും സെക്കൻഡ് ഇയറിൽ അതേ വിഷയങ്ങൾ പ്രാക്ടിക്കലും കൂടെ ചേരുമ്പോൾ ഇവിടെ ഈ കണ്ട പോലെ 120 മാർക്കിലാവും. അങ്ങനെ ആ വിഷയത്തിൻ്റെ ടോട്ടൽ മാർക്ക് 200 ആയിട്ട് മാറുകയും ചെയ്യും. ഓക്കെ, ഈ രീതിയിലാണ് പ്രാക്ടിക്കൽ സബ്ജക്റ്റിൻ്റെ സ്കോർ ഡിവൈഡ് ചെയ്യുന്നത്. സോ ഇതിനകത്തും നമുക്ക് TEയിൽ പാസ് മാർക്കായിട്ട് വേണ്ടത് 30%, 18 മാർക്ക് നമ്മൾ സ്കോർ ചെയ്യേണ്ടി വരുന്നു. പ്രാക്ടിക്കൽ മാർക്കായിട്ടുള്ള 40ലും ലാബിൽ നമുക്ക് 12 മാർക്ക് ലാബിൽ നമുക്ക് സ്കോർ ചെയ്താലേ അതിനെ ജയമായിട്ട് കണക്കാക്കാൻ പറ്റൂ. അതായത് 30% മാർക്കാണ് മിനിമം നമുക്ക് സ്കോർ ചെയ്യേണ്ടത് പ്രാക്ടിക്കൽ ഇവാലുവേഷനിൽ ജയിക്കാനായിട്ടുള്ള മാർക്ക് എന്ന് പറയുന്നത്. കൺസോളിഡേറ്റ് ചെയ്യാൻ പോവാണ് ഫസ്റ്റ് ഇയറിൻ്റെയും സെക്കൻഡ് ഇയറിൻ്റെയും മാർക്കും കൂടി. ഇതും കൂടി നോക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ടോട്ടൽ സ്കോർ പ്രാക്ടിക്കൽ സബ്ജക്റ്റിന് എങ്ങനെയാണ് നോക്കിക്കേ. ഫസ്റ്റ് ഇയറിൽ TE 60, PE നിൽ, ഫസ്റ്റ് ഇയറിൽ പ്രാക്ടിക്കൽ ഇല്ല. ഓക്കെ, ദെൻ CE അഥവാ കണ്ടിന്യൂസ് ഇവാലുവേഷൻ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ 20,
ടോട്ടൽ ഇൻ ദ ഫസ്റ്റ് ഇയർ പ്രാക്ടിക്കൽ വിഷയങ്ങൾക്ക് 80 മാർക്കാണ്. റിട്ടേൺ എക്സാമിന് 60 മാർക്കും സിഇക്ക് 20. പ്രാക്ടിക്കൽ സെക്കൻഡ് ഇയറിലെ ആ വിഷയങ്ങൾക്ക് ബാധകമാകുന്നുള്ളൂ. സെക്കൻഡ് ഇയറിൽ വരുമ്പോഴത്തേക്കും ടി 60 പ്രാക്ടിക്കൽ വിഷയങ്ങൾക്കാണ് ഈ പറയുന്നത് ഓർക്കുക. ദെൻ പി അവിടെ ഉണ്ടാവും 40 മാർക്കിന്. CCE അഥവാ കണ്ടിന്യൂസ് ഇവാലുവേഷൻ 20, ടോട്ടൽ 120. ഈ രീതിയിലാണ് ടോട്ടൽ സ്കോർ ഫൈനൽ മാർക്ക് ഷീറ്റിൽ പ്രാക്ടിക്കൽ സബ്ജക്റ്റ് ആയിട്ട് പറയപ്പെടാവുന്ന ഓരോ വിഷയങ്ങൾക്കും 200 ഫിക്സ് ചെയ്തേക്കുന്നത്. സോ ഫസ്റ്റ് ഇയറിൽ 80 മാർക്സും സെക്കൻഡ് ഇയറിൽ പ്രാക്ടിക്കൽ അടക്കം 120 മാർക്കിൻ്റെ ടോട്ടൽ സ്കോറാണ് 200 മാർക്കായിട്ട് ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ തന്നെ നോൺ പ്രാക്ടിക്കൽ സബ്ജക്റ്റിൻ്റെ ഫസ്റ്റ് ഇയറിൻ്റെയും സെക്കൻഡ് ഇയറിൻ്റെയും ടോട്ടൽ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇയറിൽ TE 80, PE ഇല്ല, കാരണം ബാധകമല്ല, ബിക്കോസ് ദീസ് ആർ നോൺ പ്രാക്ടിക്കൽ സബ്ജക്ട്സ്. CCE 20, ടോട്ടൽ 100. സെക്കൻഡ് ഇയറിൽ വരുമ്പോൾ TE അതുപോലെ തന്നെ 80 മാർക്സ്, PE nil, CCE 20, ടോട്ടൽ വിൽ ബിക്കം 100. ഓക്കെ, ഇങ്ങനെയാണ് 200 മാർക്ക് ഫൈനൽ മാർക്ക് ഷീറ്റിൽ നോൺ പ്രാക്ടിക്കൽ വിഷയങ്ങളുടെ മാർക്കായിട്ട് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ 100, സെക്കൻഡ് ഇയറിലും 100 മാർക്ക് തന്നെയാണ്, അതിനകത്ത് മാറ്റമില്ല. സോ പ്രാക്ടിക്കൽ വരുന്ന വിഷയങ്ങൾക്കാണ് നേരിയ വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദെൻ ഗ്രേഡിംഗ് പാറ്റേണും കൂടി ഒന്ന് പരിചയപ്പെട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് മാർക്കിൻ്റെ ഒരു ഏകദേശ അവലോകനം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അല്ലേ? ഇനി നമുക്ക് ആ ഗ്രേഡും കൂടി ഒന്ന് പരിശോധിച്ചേക്കാം. ഗ്രേഡിംഗ് പാറ്റേൺ എന്ന് പറയുന്നത് 80 മാർക്കിൽ നമുക്ക് ഗ്രേഡ് എങ്ങനെയാണ് നിശ്ചയിക്കുന്നത് നോക്കാം. A+ എന്ന് പറയുന്ന ഗ്രേഡ് കരസ്ഥമാക്കാനായിട്ട് വി ഹാവ് ടു സ്കോർ 72 മിനിമം, അതായത് 90% മാർക്ക് സ്കോർ ചെയ്യുന്നവർക്കാണ് 72 മാർക്ക് കിട്ടുന്നത്. 80യുടെ 90%. സോ 72 മാർക്ക് സ്കോർ ചെയ്യുന്ന ഒരു കുട്ടി A+ ഗ്രേഡിലോട്ട് വരും. 72 to 80 എന്ന് പറയുന്നത് A+ വിഭാഗത്തിൽ പെടുന്നതാണ്. എ എന്ന് പറയുന്ന വിഭാഗത്തിൽ അതിൻ്റെ 80%, 80യുടെ 80% മാർക്സ് ആണ് 64 മാർക്ക് എ എന്ന് പറയുന്ന ഗ്രേഡിലോട്ട് വരും. സോ 64 to 71 എ ഗ്രേഡ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ B+ will be the next 56 marks to 63 marks, that is 70%. Then B will be categorized as 48 to 55, that is 60%. Then C+ will be categorized as 40 to 47, that is 50%. C will be categorized as 32 to 39, that is 40%. And D+, that is the pass mark, will be minimum 24 to 31, will be graded as D+. അപ്പോൾ 24 മാർക്കാണ് പാസ്സാവാൻ 80-ൽ നമ്മൾ സ്കോർ ചെയ്യേണ്ടത്. 24 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റാത്ത കുട്ടികളെല്ലാം ഗ്രേഡ് ചെയ്യപ്പെടുന്നത് D എന്ന ഗണത്തിലാണ്. സോ ദാറ്റ് ഈസ് ബിലോ 24 സ്കോർ ചെയ്തവരെല്ലാം അത് വിജയിച്ചതായിട്ട് നമുക്ക് പരിഗണിക്കാൻ സാധിക്കില്ല. ദേ ആർ നോട്ട് എലിജിബിൾ. ഓക്കെ, ഇതാണ് 80 മാർക്കിൽ ഗ്രേഡിംഗ് പാറ്റേൺ പോകുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി അത് 100 മാർക്കിലാണെങ്കിൽ, ഇപ്പം നമ്മൾ പറഞ്ഞു പ്രാക്ടിക്കൽ വിഷയങ്ങൾക്ക് ടോട്ടൽ 80 മാർക്സ് ആണ് വരുന്നത്. നോൺ പ്രാക്ടിക്കൽ വിഷയങ്ങൾക്ക് അത് ടോട്ടൽ 100 മാർക്കായിട്ട് വരും. അപ്പോൾ രണ്ടിനും 2 ഗ്രേഡ് മാർക്കുകളായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ A+ എന്ന് പറയുന്നത് സിമ്പിളാണ്. 100ൻ്റെ 90% നമ്മൾ മിനിമം സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ A+ലോട്ട് പോകും. സോ 90 to 100 വിൽ ബി A+. ദെൻ 80 to 89 വിൽ ബി A. B+ എന്ന് പറയുന്നത് 70 to 79, ദാറ്റ് ഈസ് 70%. B എന്ന് പറയുന്നത് 60 to 69 മാർക്സ്, ദാറ്റ് ഈസ് 60%. C+ will be 50 to 59, that is 50%. C will be 40 to 49, that is 40%. And D+ will be the minimum required mark for passing is 30 mark, that is 30%. 30 മുതൽ 39 വരെ D+ എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്നു. സോ ദാറ്റ് മീൻസ് എലിജിബിലിറ്റി കിട്ടാത്ത കുട്ടികളുടെ ഗ്രേഡ് എന്ന് പറയുന്നത് D ആണ്. അതായത് 30% പോലും സ്കോർ ചെയ്യാൻ പറ്റാത്ത കുട്ടികൾ D ഗ്രേഡിലോട്ട് ഉൾപ്പെടുത്തേണ്ടി വരുന്നു. അവരുടെ ബിലോ 30 മാർക്സ് ആയിരിക്കും അവരുടെ മാർക്ക് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഗ്രേഡുകൾ തരംതിരിച്ചേക്കുന്നത്. ഓക്കെ, ദെൻ എലിജിബിലിറ്റി ഒന്ന് നോക്കാം. നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിന്
+2 കഴിഞ്ഞ് പോകുമ്പോൾ എങ്ങനെയാണ് എലിജിബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യുന്നതെന്നും കൂടെ നമുക്ക് ജസ്റ്റ് നോക്കാം. ക്രൈറ്റീരിയ 200 മാർക്കിനാണ് നമ്മൾ ക്രൈറ്റീരിയ ഫിക്സ് ചെയ്യുന്നത്. 200 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയറിൻ്റെയും സെക്കൻഡ് ഇയറിൻ്റെയും ഓരോ വിഷയത്തിൻ്റെയും മാർക്കുകളുടെ ടോട്ടലാണ്, മാർക്ക് ഷീറ്റിൽ പ്രതിഫലിക്കുന്ന ടോട്ടലാണ് 200 മാർക്ക് എന്ന് പറയുന്നത്. അതിനെ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ വിജയം കണക്കാക്കുന്നത്. സോ അതിലെങ്ങനെയാണ് നമ്മൾ സ്കോർ ചെയ്യുന്നത് നോക്കി. D+ ആണ് പാസ് മാർക്ക് എന്ന് പറയുന്നത്. സോ 200 എന്ന് പറയുന്ന കമ്പൈൻഡ് മാർക്കിൻ്റെ, അപ്പോൾ ഓർക്കുക ഫസ്റ്റ് ഇയറിലെയും സെക്കൻഡ് ഇയറിലെയും കൂടി TPC എന്നീ മൂന്നും കൂടെ കമ്പൈൻ ചെയ്ത മാർക്കാണ് നമ്മളിപ്പോൾ കാണുന്ന 200 മാർക്ക്. അതിൻ്റെ 30%, അതായത് 60 മാർക്ക് സ്കോർ ചെയ്താൽ മാത്രമേ, അഥവാ D+ ഗ്രേഡ് സെക്യൂർ ചെയ്യുന്നൊരു കുട്ടി മാത്രമേ പാസ്സായെന്ന് പറയാൻ സാധിക്കുന്നുള്ളൂ. സോ മിനിമം 30% ഇൻ ദ കമ്പൈൻഡ് സ്കോർ ഓഫ് +1 ആൻഡ് +2, ദാറ്റ് ഈസ് ടോട്ടൽ ഓഫ് TE + PE + CE. അതിൻ്റെ ടോട്ടലായിട്ടുള്ള 200ൽ 30% സ്കോർ ചെയ്താൽ നമ്മൾ D+ലോട്ട് വരും. അതാണ് പാസ് മാർക്ക് എന്ന് പറയുന്നത്. അങ്ങനെയാണ് വിജയം വിലയിരുത്തുന്നത്. കൂടാതെ ഒരു കണ്ടീഷനും കൂടെ അവർ പറയുന്നുണ്ട്. വി ഷുഡ് സെക്യൂർ സെപ്പറേറ്റ് മിനിമം ഓഫ് 30% ഇൻ ദ TE മാക്സിമം. TEയിൽ അനുവദിച്ചേക്കുന്ന മാക്സിമം സ്കോറിൻ്റെ 30% ഓരോ വിഷയത്തിനും സെപ്പറേറ്റ് നമ്മൾ സ്കോർ ചെയ്തിരിക്കണം. എന്നാലേ നമ്മൾ വിജയിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ആ വിഷയം തോറ്റതായിട്ട് കണക്കാക്കും. ക്ലിയർ ആയല്ലോ? അപ്പോൾ കമ്പൈൻഡ് മാർക്ക് 200 മാർക്കിൽ ആ വിഷയത്തിന് 60 സ്കോർ ചെയ്താൽ നമുക്ക് D+ലോട്ട് വരും, പാസ്സായെന്ന് കണക്കാക്കാം. ഒപ്പം ഇൻഡിവിജ്വലായിട്ട് TEയുടെ മാർക്കും കൂടി നമ്മൾ നോക്കുന്നു. ആ TE എന്ന് പറയുന്ന മാർക്കിൻ്റെ മാക്സിമത്തിൻ്റെ 30% നമ്മൾ സ്കോർ ചെയ്താൽ മാത്രമേ ആ വിഷയം വിജയിച്ചതായിട്ട് കണക്കാക്കാൻ പറ്റൂ. അപ്പോൾ ടോട്ടൽ 60 വന്നാലും ഇൻഡിവിജ്വലായിട്ടുള്ള മാർക്ക് TEയിൽ 30% ഇല്ല എങ്കിൽ വിജയിച്ചതായിട്ട് കണക്കാക്കാൻ പറ്റില്ല എന്നർത്ഥം. അപ്പോൾ സെപ്പറേറ്റ് മിനിമവും വേണം, ടോട്ടലിൽ 30%ഉം സ്കോർ ചെയ്താൽ മാത്രമേ വിജയിച്ചതായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നുള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ നോൺ പ്രാക്ടിക്കൽ വിഷയങ്ങൾക്ക് ഓരോ വർഷത്തെയും സ്കോർ എന്ന് പറയുന്നത് 80 ആണ്. നമ്മൾ കണ്ടു കഴിഞ്ഞു. ഫസ്റ്റ് ഇയറിലെയും സെക്കൻഡ് ഇയറിലെയും കൂടി TE മാർക്ക് ഒന്ന് ആഡ് ചെയ്യുമ്പോൾ 160 മാർക്ക് അതിനകത്തുണ്ടാവും. ആ 160ൻ്റെ 30% നമ്മൾ സെപ്പറേറ്റ് സ്കോർ ചെയ്യണം. സെക്കൻഡ് ഇയറിൽ സ്കോർ ഷീറ്റിൽ വരുമ്പോൾ 30% മിനിമം നമുക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചിരിക്കണം. ദാറ്റ് മീൻസ് അതിനകത്ത് 48 മാർക്കെങ്കിലും സ്കോർ ചെയ്യാൻ സാധിച്ചാലേ ആ വിഷയത്തിൻ്റെ TE വിജയിച്ചതായിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റും. ഓക്കെ, അതാണ് 48 in 160 എന്ന് പറയുന്നത്. അത് നോൺ പ്രാക്ടിക്കൽ വിഷയങ്ങളുടെ കേസാണ് ഈ പറയുന്നത്. പ്രാക്ടിക്കൽ വിഷയങ്ങൾക്ക് നിങ്ങൾക്കറിയാം ഫസ്റ്റ് ഇയറിലെയും സെക്കൻഡ് ഇയറിലെയും കൂടെ ആഡ് ചെയ്യുമ്പോൾ 60 + 60 120 മാർക്കിനാണ് നോൺ പ്രാക്ടിക്കൽ സബ്ജക്റ്റിൻ്റെ TEയുടെ മാർക്ക് വരുന്നത് അല്ലേ. ഫസ്റ്റ് ഇയറിൽ 60, സെക്കൻഡ് ഇയറിൽ 60. അപ്പം അതിൻ്റെ ടോട്ടൽ 120ൽ 30%, 36 മാർക്ക് സെപ്പറേറ്റ് സെക്കൻഡ് ഇയറിലെ സ്കോർ ഷീറ്റിൽ നമുക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചാൽ ഇറ്റ് വിൽ ബി കൗണ്ടഡ് ആസ് എലിജിബിൾ മാർക്ക്. ദാറ്റ് ഈസ് അത് നമുക്ക് D+ ഗ്രേഡിലോട്ട് വന്ന് പാസ് മാർക്ക് കിട്ടിയതായിട്ട് കണക്കാക്കുന്നു. കുട്ടികൾ ഒരു കാര്യം ഓർക്കുക, ഫസ്റ്റ് ഇയറിൽ സെപ്പറേറ്റ് മിനിമം സ്കോർ ചെയ്യേണ്ട ആവശ്യമില്ല. സെക്കൻഡ് ഇയറിൽ നമ്മൾ മാർക്ക് ഷീറ്റ് പരിഗണിക്കുമ്പോൾ അവിടെ തീർച്ചയായിട്ടും ഓരോ വിഷയത്തിൻ്റെയും ടോട്ടലിൽ 30% സ്കോർ ചെയ്തിരിക്കുകയും വേണം. ഇൻഡിവിജ്വലായിട്ട് TE നോക്കുമ്പോൾ അതിനകത്തും സെപ്പറേറ്റ് മിനിമം നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രമേ ആ വിഷയം നിങ്ങൾ വിജയിച്ചതായിട്ട് കണക്കാക്കത്തുള്ളൂ. ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് അത്രയും സ്കോർ ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ, ഉദാഹരണം പറഞ്ഞാൽ 30% സ്കോർ ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ അത്രയും കൂടി കൂടുതൽ മാർക്ക് സ്കോർ ചെയ്ത് വേണം നിങ്ങൾ സെക്കൻഡ് ഇയറിൽ ആ 30%ലേക്ക് എത്തിക്കാനായിട്ട്. ക്ലിയർ ആയല്ലോ? അതും കൂടി ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഇയറിൽ ഡിമാൻഡ് ചെയ്യുന്നില്ല സെപ്പറേറ്റ് മിനിമം വേണമെന്ന്, പക്ഷേ ഫസ്റ്റ് ഇയറിൽ എത്ര ഷോർട്ടേജ് നമുക്ക് ജയിക്കാനായിട്ടുള്ള മാർക്കിൽ വേണ്ടി വന്നോ ആ ഷോർട്ടേജ് സെക്കൻഡ് ഇയർ വിഷയം എഴുതുമ്പോൾ അത്രയും കൂടി സ്ട്രെയിൻ എടുത്ത് അത് സ്കോർ ചെയ്ത് ആ 30%ലേക്ക് നിങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ മാർക്ക് 30%ൽ എത്തിച്ച് D+ ഗ്രേഡിലോട്ട് വരാൻ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. നോൺ പ്രാക്ടിക്കൽ വിഷയമായിട്ടുള്ള ഫസ്റ്റ് ഇയറിലെ ഒരു വിഷയത്തിന് നിങ്ങൾക്ക് 24 മാർക്കിൽ 20 മാർക്കേ സ്കോർ ചെയ്യാൻ സാധിച്ചുള്ളൂ. ദാറ്റ് മീൻസ് 4 മാർക്കിൻ്റെ ഷോർട്ടേജ് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ ജയിക്കാൻ വേണ്ടി വന്നു എന്നർത്ഥം അല്ലേ. 20 മാർക്കേ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സെക്കൻഡ് ഇയറിൽ വരുമ്പോഴത്തേക്ക് നമുക്കറിയാം ടോട്ടൽ മാർക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് 48 മാർക്ക് വേണം അല്ലേ ജയിക്കണമെങ്കിൽ. പക്ഷേ 20 മാർക്കേ ഫസ്റ്റ് ഇയറിലുള്ളൂ. ദാറ്റ് മീൻസ് സെക്കൻഡ് ഇയറിൽ നിങ്ങൾ എന്ത് ചെയ്യണം,
28 മാർക്കും കൂടി സ്കോർ ചെയ്തുകൊണ്ട് വേണം ആ 30% എന്ന് പറയുന്ന ക്രൈറ്റീരിയ അച്ചീവ് ചെയ്യാൻ. സോ 24 മാർക്ക് വേണ്ടിയിരുന്നിടത്ത് ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് സംഭവിച്ച ഷോർട്ടേജും കൂടി നിങ്ങൾ നികത്തിക്കൊണ്ട് സെക്കൻഡ് ഇയറിൽ ആ വിഷയം പഠിക്കുമ്പോൾ 4 മാർക്കും കൂടി എക്സ്ട്രാ സ്കോർ ചെയ്യാൻ ശ്രമിച്ചാൽ മാത്രമേ ആ വിഷയത്തിൽ 30% നിങ്ങൾക്ക് മാർക്ക് എത്തിക്കാനും D+ലോട്ട് വരാനും എലിജിബിലിറ്റി ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യാനും സാധിക്കത്തുള്ളൂ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെയാണ് പ്രാക്ടിക്കൽ വിഷയങ്ങളുടെ മാർക്കിൻ്റെ വിജയം നിശ്ചയിക്കുന്നത്. ഫസ്റ്റ് ഇയറിൽ മിനിമം ഡിമാൻഡ് ചെയ്യുന്നില്ല. ഫസ്റ്റ് ഇയറിൽ നമുക്ക് എത്രത്തോളം താഴോട്ട് മാർക്ക് പോയോ ആ അത്രയും ഷോർട്ടേജും സെക്കൻഡ് ഇയറിലെ വിഷയങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ എക്സ്ട്രാ സ്കോർ ചെയ്ത് വേണം അതിനെ വിജയിപ്പിച്ചെടുക്കാനായിട്ട്. സോ ഇതാണ് ഫസ്റ്റ് ഇയറിൻ്റെയും സെക്കൻഡ് ഇയറിൻ്റെയും കൂടി ടോട്ടൽ മാർക്കിലുള്ള ഒരു വിജയ ശതമാനം നിർണ്ണയിക്കുന്ന ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പോൾ സെപ്പറേറ്റ് മിനിമവും വേണം, ടോട്ടലിൽ 30% സ്കോർ ചെയ്തിരിക്കുകയും വേണം. 200-ൽ 60 മാർക്കും അതുപോലെ തന്നെ സെപ്പറേറ്റ് ടിയിലും 30% സ്കോർ ചെയ്ത് വേണം നിങ്ങൾ വിജയം നിർണ്ണയിക്കാൻ. ഫസ്റ്റ് ഇയർ പഠിക്കുന്ന കുട്ടിക്ക് മാർച്ചിൽ അറ്റൻഡ് ചെയ്യുന്ന എക്സാമിൽ ഒരു വീഴ്ച വന്നാൽ, മാർക്ക് നിങ്ങൾക്ക് കുറഞ്ഞു പോയി, അല്ലെങ്കിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കാതെ പോയെങ്കിൽ നിങ്ങൾക്കൊരു ചാൻസ് ഗവൺമെൻറ് നൽകുന്നുണ്ട്. ഇറ്റ് ഈസ് കോൾഡ് ഇംപ്രൂവ്മെൻ്റ് എക്സാം. അത് ഏകദേശം ഒരു ഓഗസ്റ്റ് സെപ്റ്റംബറിലായിരിക്കും നടക്കുന്നത്. സോ ഫസ്റ്റ് ഇയറിൽ മാർച്ചിൽ അറ്റൻഡ് ചെയ്ത എക്സാമിന് നിങ്ങൾക്ക് വേണ്ടത്ര മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കാതെ വന്നാൽ, അല്ലെങ്കിൽ നിർഭാഗ്യവശാൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ പോയവർക്കുമൊക്കെ ഇംപ്രൂവ്മെൻറ്റിനൊരു അവസരം കൂടി സർക്കാർ നൽകുന്നുണ്ട്. ഇംപ്രൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മാർക്കിനെ കുറച്ചുകൂടി മെച്ചപ്പെടുത്താനുള്ള ശ്രമം. കാരണം നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ഇയറിലെ മാർക്കും കൂടി ക്യാരി ഫോർവേഡ് ചെയ്താണ് സെക്കൻഡ് ഇയറിലോട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞൊരു ഷോർട്ടേജ് വന്നു, മാർക്ക് കുറഞ്ഞു പോയി എന്ന് തോന്നുന്നവർക്ക് ഫസ്റ്റ് ഇയറിൽ തന്നെ അത് ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു അവസരം നൽകുന്നുണ്ട്. 3 സബ്ജക്റ്റ് വരെ ഇംപ്രൂവ്മെൻ്റ് എക്സാമിൽ നിങ്ങൾക്ക് മാർക്ക് മെച്ചപ്പെടുത്താനായിട്ട് ശ്രമിക്കാം. 3 പേപ്പർ വരെ പരമാവധി നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ഇംപ്രൂവ്മെൻറ്റിൽ നിങ്ങൾക്ക് എഴുതിയെടുക്കാം. ബെസ്റ്റ് ഓഫ് 2 ആണ് പരിഗണിക്കുന്നത്. അതുപോലെ തന്നെ നിർഭാഗ്യവശാൽ ആബ്സെൻസ് വന്നു പോയെങ്കിൽ, മാർച്ചിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ പോയവർക്കും ഈ പറയുന്ന എക്സാം ഇംപ്രൂവ്മെൻ്റ് എക്സാം എഴുതി ആ ഒരു കുറവ് നിങ്ങൾക്ക് നികത്താവുന്നതാണ്. ഓക്കെ, അപ്പം അങ്ങനെ ഫസ്റ്റ് ഇയറിലെ തന്നെ നിങ്ങളുടെ മാർക്ക് ഇംപ്രൂവ് ചെയ്യാനൊരു അവസരം കൂടി സർക്കാർ നൽകുന്നുണ്ട്. പരമാവധി 3 പേപ്പറുകൾ വരെ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. ആബ്സെൻറ്റീസിനും ഇതിനോടൊപ്പം തന്നെ അവസരം നൽകുന്നതാണ്. ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾക്കതിനെ ഇംപ്രൂവ് ചെയ്തെടുക്കാൻ സാധിക്കുന്നു അത്രത്തോളം സെക്കൻഡ് ഇയറിൽ മാർക്ക് വരുമ്പോൾ A+ലോട്ടും അതുപോലെ തന്നെ വിജയത്തിലോട്ടുമുള്ള നമ്മുടെ റിസ്ക് കുറയും എന്നർത്ഥം, വർക്ക് ലോഡ് കുറയും എന്നർത്ഥം. ഓക്കെ, ഈ രീതിയിൽ നോക്കാം. അത്രത്തോളം ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. പഠിക്കുന്ന സമയത്ത് ഭംഗിയായിട്ട് പഠിച്ച് ഫസ്റ്റ് ചാൻസിൽ തന്നെ നല്ല മാർക്ക് മേടിച്ച് നല്ല ഗ്രേഡ് മേടിച്ച് സെക്കൻഡ് ഇയറിലേക്കുള്ള യാത്ര കുറച്ചുകൂടി ഈസി ആക്കാൻ ശ്രമിക്കുക. എല്ലാം കൂടി ചുമന്ന് സെക്കൻഡ് ഇയറിലോട്ട് കൊണ്ടുപോകുന്നതിന് പകരം ഫസ്റ്റ് ഇയറിൽ തന്നെ ഭംഗിയായിട്ട് പഠിച്ച് കൃത്യസമയത്ത് പരീക്ഷാ സമയത്തിന് പഠിച്ച് നല്ല സ്കോർ നേടിക്കഴിഞ്ഞാൽ സെക്കൻഡ് ഇയറിൽ നമുക്ക് ആ വിഷയങ്ങൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള അവസരവും കിട്ടും. ടെൻഷൻ ഫ്രീ ആക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഫസ്റ്റ് ഇയറിൽ സംഭവിച്ച ഷോർട്ടേജും കൂടി എഴുതി സെക്കൻഡ് ഇയറിൽ എക്സ്ട്രാ സ്ട്രെയിൻ എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അത്രയും കൂടി നമുക്ക് സെക്കൻഡ് ഇയറിൽ സ്മൂത്ത് ആയിട്ട് ടെൻഷൻ ഇല്ലാതെ പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു അവസരം കൂടിയാണ് ഈ പറയുന്നത്. സാധാരണ ഫസ്റ്റ് ഇയറിൽ തന്നെ ഭംഗിയായിട്ട് പഠിച്ചെഴുതാൻ ശ്രമിക്കുക. ഇമ്പ്രൂവ്മെൻറ്റിലോട്ടൊന്നും പോകാൻ കഴിവതും ശ്രമിക്കാതിരിക്കുക. ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് നൽകുന്ന ഒരു സർക്കാർ അവസരമാണ്. ഓക്കെ, അത് മനസ്സിലാക്കുന്നു. പക്ഷേ അതുണ്ടല്ലോ എന്നുള്ള കരുതി ഫസ്റ്റ് ഇയർ ഉഴപ്പാതിരിക്കാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുക. ആ സമയത്തിന് നിങ്ങൾക്ക് ഭംഗിയായിട്ട് പരീക്ഷ അറ്റൻഡ് ചെയ്ത് സെക്കൻഡ് ഇയറിലേക്കുള്ള വിഷയങ്ങൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പാകത്തിന് നിങ്ങൾ നിങ്ങളുടെ പഠനത്തെ ക്രമീകരിക്കുക. അപ്പോൾ ഇത്രയാണ് ഏകദേശം നമ്മുടെ ഫസ്റ്റ് ഇയറിൻ്റെ വിഷയങ്ങളെക്കുറിച്ചൊന്ന് പറയാനായിട്ടുള്ളത്. ഇപ്പോൾ ശ്രദ്ധ ചെലുത്തിയത് കൊമേഴ്സ് വിഷയങ്ങളെ ആധാരമാക്കിക്കൊണ്ടാണ് ബാക്കി നമ്മൾ സംസാരിച്ചത്. പൊതുവായിട്ടുള്ള എല്ലാ സ്ട്രീമുകളിലും 6 വിഷയം തന്നെയാണ് പഠിക്കേണ്ടതായിട്ടുള്ളത്. പ്രാക്ടിക്കൽ വിഷയങ്ങളും നോൺ പ്രാക്ടിക്കൽ വിഷയങ്ങളും തന്നെയാണ് അതിനകത്തും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ ആ രീതിയിൽ തന്നെയാണ് വിഷയത്തെ ക്രമീകരിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു +1 കാലയളവ് അഡ്മിഷൻ ആശംസിച്ചുകൊണ്ട് ഈ പ്രത്യേക സാഹചര്യത്തിലും നല്ല രീതിയിൽ തന്നെ അതിനെ പോസിറ്റീവായിട്ട് നമുക്ക് വരട്ടെ, അത് പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് വന്ന് ഭവിക്കും എന്ന് ഉള്ള വിശ്വാസത്തോടു കൂടി തന്നെ ഞാൻ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇതിനകത്ത് നമ്മൾ കൊമേഴ്സ് വിഷയങ്ങളായിട്ടുള്ള അക്കൗണ്ടൻസി, ഇപ്പം നിങ്ങൾ പരിചയപ്പെട്ട അക്കൗണ്ടൻസിയും കോർ സബ്ജക്റ്റിൽ പ്രധാനമായിട്ടുള്ള അക്കൗണ്ടൻസിയും ബിസിനസ് സ്റ്റഡീസും പ്രാക്ടിക്കൽ സബ്ജക്റ്റ് ആയിട്ടുള്ള അക്കൗണ്ടൻസിയിലെ
കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങും മറ്റ് പൊതുവിഷയങ്ങളുമാണ്, കൊമേഴ്സ് സംബന്ധമായിട്ടുള്ള മറ്റ് പൊതുവിഷയങ്ങളുമാണ് നമ്മൾ ഇതിനകത്ത് ഡീൽ ചെയ്യുന്നത്. സോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസിന് വേണ്ടി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ആക്റ്റീവ് ആക്കിയിടുക. സോ ഇനിയും ഫസ്റ്റ് ഇയർ കൊമേഴ്സ് വിഷയങ്ങളിലെ ബിസിനസ് സ്റ്റഡീസും അക്കൗണ്ടൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള എപ്പിസോഡുകളുമായിട്ട് നമുക്ക് ഇനിയും കാണാം. സോ അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. സോ സ്റ്റുഡൻസ്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത ആ കണ്ടന്റിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് തന്നെ ഞാൻ കരുതുവാണ്. ആമുഖമായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ സിലബസുകളെ കുറിച്ചുള്ള ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൊമേഴ്സിൽ +1 +2 അഡ്മിഷൻ കിട്ടിയ കുട്ടികൾക്ക് സംബന്ധിച്ചാണ് ഈ ചാനൽ കുറച്ചുകൂടി ഊന്നൽ നൽകുന്നത്. സോ അതുകൊണ്ട് തന്നെ കൊമേഴ്സ് വിഷയങ്ങളായിട്ടുള്ള കോർ വിഷയങ്ങളായിട്ടുള്ള ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, അതുപോലെ തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഈ 3 സെക്ഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഫസ്റ്റ് ഇയറിലെയും സെക്കൻഡ് ഇയറിലെയും ടോപ്പിക്കുകളാണ് കൂടുതലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. ചർച്ച ചെയ്ത വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഇതിനകത്ത് സെക്കൻഡ് ഇയറിനെ അധികം സ്ട്രെസ് ചെയ്തിട്ടില്ല. ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ കടന്നു പോകേണ്ട ഒരു പാറ്റേൺ ഓഫ് സിസ്റ്റത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ സ്കീമിനെ കുറിച്ചാണ് ഞാൻ ജസ്റ്റ് ലഘുവായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചേക്കുന്നത്. നിങ്ങൾക്ക് അതിനകത്തൊരു ധാരണ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. സെക്കൻഡ് ഇയർ കഴിഞ്ഞവർക്കുള്ള തുടങ്ങിയ എക്സാമുകളെ കുറിച്ചുള്ള മറ്റ് ഡീറ്റെയിൽസ് അവസരോചിതമായിട്ട് മറ്റ് എപ്പിസോഡുകൾ വഴി നിങ്ങൾക്ക് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. ഫസ്റ്റ് ഇയറിനെ സ്ട്രെസ് ചെയ്തുകൊണ്ട് അതിൽ തന്നെ കൊമേഴ്സ് വിഷയങ്ങൾക്ക് കൂടുതൽ സ്ട്രെസ് നൽകിക്കൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീർച്ചയായിട്ടും ഞാൻ ഇതിനെ കണ്ടന്റ് ചർച്ച ചെയ്യാൻ ശ്രമിച്ചേക്കുന്നത്. എന്നിരുന്നാൽ പോലും എത്ര വിഷയങ്ങളുണ്ടെന്നും അതിൽ ഓരോന്നിനും അവർക്ക് ഫോളോ ചെയ്യേണ്ട സ്കീം എങ്ങനെയാണെന്നും പ്രാക്ടിക്കൽ സബ്ജക്റ്റ് എന്താണ്, നോൺ പ്രാക്ടിക്കൽ വിഷയങ്ങൾ ഏതൊക്കെയാണ്, അവരുടെ മാർക്കിൻ്റെ ഡിവിഷൻസ് എങ്ങനെയാണ് വരും, എത്രയൊക്കെ ഇവാലുവേഷൻ സിസ്റ്റത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകേണ്ടത് തുടങ്ങുന്ന പ്രധാനപ്പെട്ട കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചിട്ടുമുണ്ട്. സോ തീർച്ചയായിട്ടും ഒന്നുകൂടി നിങ്ങളെ എല്ലാവരെയും ഈ ചാനലിലോട്ട് സ്വാഗതം ചെയ്യുന്നു. ഈ ചാനലിൻ്റെ തുടർന്നുള്ള എപ്പിസോഡുകളിൽ നിങ്ങൾ പങ്കാളിയാകുക, നോട്ടിഫിക്കേഷൻ ആക്റ്റീവ് ചെയ്തിടുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ചാനൽ ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലിടുക. കൊമേഴ്സ് ആസ്പദമാക്കിക്കൊണ്ടുള്ള ബിസിനസ് സ്റ്റഡീസും അതുപോലെ തന്നെ അക്കൗണ്ടൻസിയിൽ നിന്നുള്ളൊരു കണ്ടൻറ്റുമായിട്ട് നമുക്ക് ഇനിയും കാണാം. സോ ടിൽ ദെൻ ടേക്ക് കെയർ, സ്റ്റേ സേഫ്, ബൈ, താങ്ക് യു.